ഹലോ. അപ്പം ഞാൻ ഇന്ന് മൂൺ ഗോഡസ് കോച്ചറിൽ നിന്ന് വാങ്ങിച്ച 2 ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ബട്ട് അതിനകത്ത് ചാറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഡ്രസ്സിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാനിന്ന് ആ ഡ്രസ്സും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഞാൻ 2 ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു. 2 ഡ്രസ്സ് ഓർഡർ ചെയ്തതിൽ എനിക്ക് 90 ഡേയ്സിൽ കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് ചോദിക്കേണ്ട വന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു താമസിക്കുന്നു പറഞ്ഞു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, ഐ അണ്ടർസ്റ്റാൻഡ്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് അതൊന്നും അല്ലായിരുന്നു എനിക്ക് പ്രശ്നം. എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത പോലെ ലൈക്ക് അവരുടെ സൈറ്റിലോ അവരുടെ വീഡിയോയിലോ ഉണ്ടായിരുന്ന പോലെ അല്ലായിരുന്നു എനിക്ക് പ്രോഡക്റ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വർക്ക് ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലുക്ക് വന്നത് കേട്ടോ. എൻ്റെ മമ്മി ഡിസൈനിങ് ചെയ്യുന്നതാണ്. സോ എനിക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് അവരോട് ചോദിച്ചിരുന്നത്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. എനിക്ക് ആക്ച്വലി മെറ്റേണിറ്റി വെയർ ആയിരുന്നു വേണ്ട. ഞാൻ കാണിച്ചു തരാവേ വീഡിയോ. ഇതാണ് ഈ ഡ്രസ്സ്. അപ്പം ഞാൻ ആക്ച്വലി അത് സത്യം പറഞ്ഞാൽ നല്ല ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് മെറ്റേണിറ്റി വെയറിൻ്റെ ആവശ്യം വന്നതും കൊണ്ട് ഞാൻ ഇത് കണ്ടിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പം അവരുടെ സൈറ്റിനകത്തോ അവരുടെ പിക്ചേഴ്സിനകത്തോ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി പ്ലീറ്റഡ് ആയിട്ടായിരുന്നു. ഇങ്ങനെ താഴെ വരെ പ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിക്ക് കിടക്കും. അപ്പം ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നിരുന്നത്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന പോലെയായിരുന്നു കിടന്നത്. പിന്നെ ഞാനിത് പേപ്പർ വെച്ച് അയൺ ചെയ്തതാണ് മുകളിൽ. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഭാഗം ഇങ്ങനെ കിടക്കുന്നത് താഴോട്ട്. അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ലാതെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല കേട്ടോ. എനിക്കിതിൻ്റെ ഹെമ്മിങ് പാർട്ടുണ്ടല്ലോ, ഇതിൻ്റെ പുറകിലത്തെ ഇപ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ ഹെമ്മിങ് എന്തുവാണ്, സ്റ്റിച്ച് എവിടേക്ക് എങ്ങനത്തെ സ്റ്റിച്ചാണെന്നൊക്കെ അറിയാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കെല്ലാം വിട്ടിരിക്കുക. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ സ്ഥലങ്ങളിലൊക്കെ. അപ്പം ഞാനത് ചോദിച്ചു, ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി വിട്ടിരിക്കുക. അപ്പോൾ ദൂരേന്ന് കാണുമ്പോൾ ഒരു വല്ലായ്മ പോലെ. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു ഹെമ്മിങ് ഇങ്ങനെയാണ്, ഹെമ്മിങ് ഇങ്ങനെയേ വരുള്ളൂ, അല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പ്രോപ്പറായിട്ട് ഇവിടെ മുകളിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, ചുമ്മാ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ റെസ്പോൺസിൻ്റെയൊക്കെ വീഡിയോ ആയിരുന്നു ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇട്ടിരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് ഡ്രസ്സിൻ്റെയും കൂടെ ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. സത്യം പറയില്ല, ഡ്രസ്സ് നല്ല ഡ്രസ്സാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെയാണ്. ബട്ട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? നമ്മളൊരു കടയിൽ പോയി നോക്കി വാങ്ങിക്കുന്ന ആ ഒരു ഇത് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് കാണുമല്ലോ. അപ്പം അതൊക്കെയാണ്. ഇത് 2-3 പ്രോഡക്ട്സ് കോച്ചർ അങ്ങനെ. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ഫുൾഫില്ല് ചെയ്യാതെ വരുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കുന്നത്. വേഴ്സ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ തിരിച്ച് ചോദിക്കാൻ ചെന്നോ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് കസ്റ്റമേഴ്സും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു കസ്റ്റമർ അവർക്ക് വാല്യൂ അല്ല, നമുക്കൊരു വില തരുന്നില്ലെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ ഒത്തിരി കസ്റ്റമേഴ്സ് എല്ലാം കൂടെ ചേർന്നല്ലേ അവർക്ക് ഇവരെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. അതവർ ചിന്തിക്കുന്നില്ല. പിന്നെ ആണെങ്കിലും എനിക്ക് ഒരുപാട് ഡ്രസ്സുകൾ അവരുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരോട് ചോദിക്കാനോ പറയാനോ പറ്റത്തില്ല. അവരെന്നെ ബ്ലോക്ക് ചെയ്തു, കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാനും പറയാനും ഇല്ല അവരോട് ഇനി. ആകെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയത്തില്ല, എനിക്ക് പറ്റിയൊരു എക്സ്പീരിയൻസ് ഞാനിങ്ങനെ ഷെയർ ചെയ്യുകയാണ് എല്ലാവരുമായിട്ടും. അപ്പം താങ്ക്സ്, ബൈ.